നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുമ്പോൾ പല സംശയങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പത്മകുമാർ പോലീസ് പിടിയിലായപ്പോൾ പ്രതികളുടെ അറസ്റ്റ് വിവരം ബന്ധുവായ ലതികയെ അറിയിച്ചുവെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഓടിട്ട വീട്ടിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ലതികയുടെ വീട് ഓടിട്ടതായിരുന്നു. കുട്ടിയെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടോ എന്നത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾക്ക് സാക്ഷിയായത് കുട്ടിയുടെ സഹോദരനാണ്. കേസിൽ 3 പ്രതികൾ മാത്രമാണ് ഉള്ളതെന്ന് പറയുമ്പോഴും കുട്ടിയുടെ സഹോദരൻ കാറിൽ കണ്ടത് 4 പേരെ ആയിരുന്നെന്നും ഒരു പെണ്ണ് 4 ആണുങ്ങളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കാറിൽ വെച്ച് വായ പൊത്തിപ്പിടിച്ചതും പിന്നീട് ചാത്തന്നൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ ഉറക്ക ഗുളികകൾ നൽകിയതും അനുപമയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകുമ്പോൾ കാറിന്റെ മുൻസീറ്റിൽ പത്മകുമാർ, പിൻസീറ്റിൽ ഇടതുവശത്ത് അനിതയും വലതുവശത്ത് അനുപമയുമാണ് ഇരുന്നതെന്നും അനുപമ ധരിച്ചിരുന്നത് ടോപ്പും പാന്റുമാണ്. മുൻവശത്തും ആളുണ്ടെന്ന് കുട്ടി തെറ്റിദ്ധരിക്കുകയായിരുന്നു. അനുപമയും അനിതയുമാണ് ആൺകുട്ടി കൃത്യമായി കണ്ടത്. അനുപമയുടെ വേഷം കണ്ടിട്ടാണ് പുരുഷനാണെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചത് എന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത്. വെള്ള കാറിലും നീല കാറിലും അകമ്പടി ബൈക്കുകളിലുമായി 6ലേറെ പേരെ കണ്ടതായി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ P. പ്രതീഷ് കുമാർ വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും ഇവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച അന്വേഷണത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇതിനിടെ തന്നെ അനിത കുമാരി സ്വന്തം മകളെ നഗ്നയാക്കി ദൃശ്യങ്ങൾ പകർത്തി സായിപ്പുമാർക്ക് ഈ ചിത്രങ്ങൾ വിറ്റിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അനുപമയ്ക്ക് ലക്ഷങ്ങളുടെ വരുമാനമാണ് യൂട്യൂബിലൂടെ കിട്ടിയിരുന്നത്. ഹോളിവുഡ് താരങ്ങളുടെയും സെലിബ്രിറ്റികളെയും കുറിച്ചുള്ള വീഡിയോകളിലൂടെ അനുപമ മാസം 5 മുതൽ 8 ലക്ഷം രൂപ വരെ സമ്പാദിച്ചിരുന്നു. യൂട്യൂബ് നൽകി വന്നിരുന്ന മോണിറ്റൈസേഷൻ കഴിഞ്ഞ മാസം തടയുകയും പുനരാരംഭിക്കാൻ 3 മാസം കാലതാമസം നിശ്ചയിക്കുകയും ചെയ്യുകയായിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഫാമിൽ അനുപമയും അനിതാകുമാരിയും പത്മകുമാറും എത്തിയിരുന്നതായി ഫാം ഹൗസിലെ ജീവനക്കാരി വെളിപ്പെടുത്തിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വാഹനവും പോലീസ് പരിശോധിച്ചെന്നാണ് അവർ പറഞ്ഞത്. ഫാമിലേക്ക് പട്ടികളെ കൊണ്ടിറക്കിയപ്പോൾ പത്മകുമാറിന്റെ ഭാര്യയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്താണ് അവർ വിടുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ സമയത്ത് മകൾ അനുപമയും കൂടെ ഉണ്ടായിരുന്നു. മകൾ പട്ടികളുടെ അടുത്തേക്കാണ് പോയതെന്ന് ഇവർ പ്രതികരിച്ചിരുന്നു. എങ്കിലും ഈ സമയത്ത് 6 വയസ്സുകാരി ആർക്കൊപ്പമായിരുന്നു എന്നതിൽ വ്യക്തതയില്ല. അനിതാകുമാരിയും മകളും തെളിവെടുപ്പ് അവസാനിപ്പിച്ച് പോലീസ് വാഹനത്തിൽ തിരിച്ചു കയറിയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൈകൾ കാണിച്ച് ചില ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. ഇത് ആരോടായിരുന്നു എന്നതിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ പ്രതികൾക്ക് ഫാം ഹൗസ് ഉണ്ടായിരുന്നു. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികളെ ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ, ഈ കുട്ടികളുടേതാണ് ഫാം ഹൗസിന് പിന്നിലെ ചെരുപ്പുകൾ എന്നതും വ്യക്തത വരുത്തേണ്ടതാണ്. അനിതാകുമാരിയെ കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ ജയിലിലെത്തിയ ആ 2 പേരെ സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുകയാണ്.